മദ്യത്തിൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന വിവരം അറിഞ്ഞിട്ടില്ല, ബാപ്പ അറിഞ്ഞിട്ടില്ല. ഒരു ദിവസം മെഹബൂബായുടെ തബലിസ്റ്റ് വന്നില്ല. അപ്പോൾ ആരൊക്കെയോ പറഞ്ഞു, ഖാലിദ് ഭായിൻ്റെ ചേട്ടൻ്റെ മോനുണ്ടല്ലോ ഉമ്പായി നന്നായിട്ട് തബല വായിക്കുമല്ലോ, ഉമ്പായിനൊന്ന് വിളിക്കുന്നു. അപ്പം എന്നോട് വന്നപ്പോൾ ബാപ്പാടെ പെങ്ങൾ പറഞ്ഞു, എടാ നിന്നെ തബല വായിക്കണമെന്നും പറഞ്ഞ് മെഹബൂബായി വന്നിരുന്നു. അപ്പം ഭായി എന്ന് പറയുന്ന ആ മനുഷ്യരിൽ ഞാൻ കണ്ടത് ഒരു കലാകാരനെ ഭായി എന്ന് വിളിക്കുക സമൂഹം. എനിക്ക് തോന്നുന്നില്ല ലോകം പോട്ടെ ഇന്ത്യയിലൊരു സ്ഥലത്ത് അങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഭായി തന്നെ ആയിരുന്നു. പരിപാടിക്ക് തബല വായിക്കാനൊക്കെ പോകുമ്പോൾ ഞാൻ ചോദിക്കും, ഭായി ഈ ഡ്രസ്സ് മാറണ്ടേ, അത് മാറാൻ മോനെ ഇച്ചിരി വെയിറ്റ് ചെയ്യ്, എവിടെ വീട്ടിൽ കൊണ്ട് നിർത്തും, മോളെ അവനില്ല അവിടെ ഇല്ല. ആ ഭായിക്കൊരു സ്ഥലം വരെ ഒരു ഷർട്ടും മുണ്ട് കൊടുത്തേ, അപ്പോൾ ഒരു ഷർട്ടും മുണ്ടും റെഡിയാണ്. അങ്ങനെ ഭക്ഷണം അടക്കം എല്ലാം അത്രയും സമൂഹമായിട്ട് സെയിം ടു ജോൺ അബ്രഹാം എന്ന് പറയേണ്ടി വരും എൻ്റെ അനുഭവത്തിൽ കേട്ടോ. അതിലേക്ക് ഞാൻ വരാം. പക്ഷെ ഭായി അതാണ് മെഹബൂബായി. വേദി നോക്കി ഒരു രീതിയിലും കോംപ്രമൈസ് ചെയ്യാതെ, ഒരു രീതിയിലും മ്യൂസിക്കിൽ നോ കോംപ്രമൈസ് ചെയ്യാത്തൊരു കലാകാരൻ, ലെജൻഡ്. അതും മട്ടാഞ്ചേരിയിലുള്ള സംഗീതപ്രേമികൾക്കേ അറിയൂ. അതിനൊക്കെ പുറത്തേക്ക് അത് വന്നില്ല. പുറത്ത് അദ്ദേഹം ഒരു കോമഡി ഗായകനായിരുന്നു.